ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരം ഗംഭീരമായി വിജയിച്ച നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും വമ്പന്മാരായ ഓസ്ട്രിയയും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാൻ പോവുകയാണ്. അർജന്റീനയുടെ ഗ്രൂപ്പ് ജെയിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളിലൊന്നായിരിക്കും നടക്കാൻ പോകുന്നത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച രണ്ട് ടീമുകളാണിത്. ഫിഫ റാങ്കിങ്ങിലെ 1-ാം സ്ഥാനക്കാരായ അർജന്റീനയും 24-ാം സ്ഥാനക്കാരായ ഓസ്ട്രിയയും തമ്മിലാണ് മത്സരം നടക്കുന്നത്. വീറും വാശി നിറഞ്ഞ ഒരു മത്സരത്തെ തന്നെയായിരിക്കും ഫുട്ബോൾ ലോകം നോക്കിക്കാണുന്നത്. ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ അർജന്റീന അൾജീരിയയെ 3 ഗോളുകൾക്ക് തകർത്തപ്പോൾ ഓസ്ട്രിയ ജോർദാനെ 1-നെതിരെ 3 ഗോളുകൾക്ക് തകർത്താണ് ഈ മത്സരത്തിലേക്ക് എത്തുന്നത്. നിലവിൽ ലോക ചാമ്പ്യന്മാരെ നേരിടാൻ വമ്പൻ ഒരുക്കങ്ങളാണ് ഓസ്ട്രിയ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫിഫ റാങ്കിങ്ങിലെ 24-ാം സ്ഥാനക്കാരായ ടീം തുടർച്ചയായ മത്സരങ്ങളിൽ തോൽവിയറിയാതെ കുതിക്കുകയാണ്. അർജന്റീനക്ക് ഏറെ അപകടം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കണക്കുകൾ മാത്രം കണ്ടാൽ മതി. തുടർച്ചയായി 10 മത്സരങ്ങളിൽ തോൽവിയറിയാതെ കുതിക്കുകയാണ് ഓസ്ട്രിയ. അവസാനം കളിച്ച 10 മത്സരത്തിൽ 8 മത്സരത്തിലും വിജയം, 2 മത്സരത്തിൽ മാത്രം സമനില. ഓസ്ട്രിയയുടെ കീ പ്ലെയേഴ്സ് ആയിക്കൊണ്ട് റയൽ മാഡ്രിഡ് താരമായ അലാബ, പിന്നെ ബൊറൂസിയ ഡോർമുണ്ടിന്റെ മാർസൽ സെബ്സ്റ്റർ, ബയൺ മ്യൂണിക്കിന്റെ കൊൺറാഡ് ലെയ്മർ, ആർബി ലിപ്സിക്കിനായി കളിക്കുന്ന നിക്കോളാസ് സേവൽത്ത്, പിന്നെ റെഡ് സ്റ്റാറിന് വേണ്ടി കളിക്കുന്ന മാർക്കോ അർണാഡോവിച്ച്. അങ്ങനെ അവകാശപ്പെടാൻ വമ്പൻ താരനിര തന്നെ അവർക്കൊപ്പമുണ്ട്. പരിശീലകനായി വരുന്നത് റാഫ് റാഗ്നിക്കാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ആയുധം ഹൈ പ്രസിംഗ് ഫുട്ബോളാണ്. എതിരാളികളുടെ ഡിഫൻസിന് മുകളിൽ തന്നെ സമ്മർദ്ദം ചെലുത്തുക, പന്ത് നഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കുക, ഗോൾ കീപ്പറിലേക്കോ സെൻട്രൽ ബാക്കുകളിലേക്കോ വരുന്ന പാസുകൾ വരെ ആക്രമിക്കുക. പന്ത് പൊസിഷനിലുള്ളപ്പോൾ അധിക സൈസ് പാസുകൾ കളിക്കില്ല. നേരെ മുന്നിലോട്ട് നീങ്ങുന്ന കളിശൈലിയാണ്. ട്രാൻസിഷനുകളിൽ വളരെ അപകടകാരികളാണ്. ഒരാൾ മാത്രം പ്രസ് ചെയ്യുന്നതിനു പകരം ഒരുമിച്ച് പ്രസ് ചെയ്യുക, ഹൈലൈൻ ഡിഫൻസ് എന്നിവയ്ക്ക് പേരുകേട്ട ടീം കൂടിയാണ് ഓസ്ട്രിയ. അതുകൊണ്ട് എതിരാളികൾക്ക് മിഡ്ഫീൽഡിൽ സമയം ലഭിക്കാറില്ല. നിലവിൽ പ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ സമാന ശൈലിയാണ് അർജന്റീനയെ ഉപയോഗിക്കുന്നത്. മധ്യനിര ആരേറ്റെടുക്കുന്നോ അവർ കളി നിയന്ത്രിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും റോഡ്രിഗോ ഡിപ്പോളും അടങ്ങുന്ന മധ്യനിര അപകടകാരികളാണെന്ന് നമ്മൾ വേൾഡ് കപ്പിൽ കണ്ടു. എന്നാൽ ഓസ്ട്രിയക്കെതിരായുള്ള മത്സരത്തിൽ രണ്ട് ടീമും ഏകദേശം ഒരേ കളി ശൈലിയുമായി എത്തുമ്പോൾ ആര് മധ്യനിര വാഴുമെന്നതിലാണ് അർത്ഥം. ആര് മധ്യനിര വാഴുന്നോ അവർ കളി ഏറ്റെടുക്കും. ലിയോ മെസ്സി ഉള്ളതാണ് അർജന്റീനയ്ക്ക് വലിയ അഡ്വാൻറ്റേജ്. കളി മെനയാൻ മെസ്സി ഒരു ഫ്രീ റോൾ മിഡ്ഫീൽഡറായി പ്രവർത്തിക്കുന്നു എന്നത് ഓസ്ട്രിയ ടീമിന് വലിയ പ്രഷർ ചെലുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹൈ ഇൻറ്റൻസിറ്റി ഫുട്ബോൾ കളിക്കുന്ന ഓസ്ട്രിയക്ക് സ്കലോണിയുടെ പ്ലാനുകളെ തകിടം മറിക്കാൻ ശേഷിയുണ്ടോ? കാത്തിരുന്നു കാണാം. അർജന്റീന ഓസ്ട്രിയ പോരാട്ടത്തിൽ ആര് വിജയിക്കും, എത്ര ഗോളിന്? നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.